KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതി സവാദിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇയാൾ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് കേസ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സവാദ് തമിഴ്നാട്ടിൽ നിന്നാണ് പിടിയിലായത്. 2023-ലും സമാനമായ കേസിൽ സവാദ് അറസ്റ്റിലായിരുന്നു. ഈ മാസം 14-നാണ് സംഭവം. എറണാകുളം തൃശൂർ സൂപ്പർഫാസ്റ്റ് ബസ്സിൽ വെച്ചാണ് സവാദ് യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത്. പെൺകുട്ടി പ്രതികരിക്കുകയും കണ്ടക്ടറോട് പരാതിപ്പെടുകയും ചെയ്തതോടെ പേരാമംഗലത്ത് വെച്ച് സവാദ് ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. യുവതിയുടെ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ സവാദിന്റെ ടവർ ലൊക്കേഷനുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ ഉപയോഗവും പോലീസ് നിരീക്ഷിച്ചു. ഒടുവിൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് സവാദ് പിടിയിലായത്. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. പ്രതിയെ തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രണ്ടായിരത്തി 2023-ലും സമാന രീതിയിൽ മറ്റൊരു സഹയാത്രികയോട് ലൈംഗികാതിക്രമം നടത്തിയതിന് സവാദ് അറസ്റ്റിലായിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിൽ ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് യുവതി വീഡിയോ സഹിതം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ടാണ് പരാതി നൽകിയത്. അന്ന് പരാതി നൽകിയ യുവതി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നേരിട്ടു. വീണ്ടും അറസ്റ്റിലായ സവാദിനെതിരെ മുൻപ് പരാതി നൽകിയ യുവതിയും രംഗത്തെത്തി. അന്നത്തെ കേസിൽ പുറത്തിറങ്ങിയ ശേഷം കഴിഞ്ഞ 2 വർഷമായി ഇയാൾ സ്ഥിരം അതിക്രമം നടത്തിയിട്ടുണ്ടെന്നും ഒരുപാട് പേർ തനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും യുവതി പറഞ്ഞു. പഴയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ സവാദിനെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന സംഘടന ജയിലിന്റെ കവാടത്തിൽ പൂമാലയിട്ടു സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്തത് വിവാദമായിരുന്നു. മോഡലിംഗിൽ സജീവമായ യുവതി ജനശ്രദ്ധ നേടാനാണ് തന്നെ കരുവാക്കിയതെന്നും താൻ തെറ്റുകാരനല്ലെന്നുമായിരുന്നു അന്ന് സവാദിന്റെ വാദം. ഈ കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷമാണ് സവാദ് മറ്റൊരു യുവതിക്ക് നേരെ വീണ്ടും സമാന കുറ്റകൃത്യം ആവർത്തിച്ചത്. ന്യൂസ് മലയാളം, തൃശൂർ.